ആക്രമണത്തിൽ പരാതിയുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകി. പേര് വെളിപ്പെടുത്തി. രണ്ടാം പ്രതി മാർട്ടിൻ പങ്കുവച്ച വീഡിയോ നീക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ ഉടൻ പോലീസ് കേസെടുക്കും. ഇത്തരം ഒരു വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. കേസിൽ വിധി വരുന്നതിന് മുമ്പാണ് ആ വീഡിയോ വന്നത്. പക്ഷേ അതിനുശേഷമാണ് അത് വ്യാപകമായി പ്രചരിച്ചത്. ദിലീപിനെ അനുകൂലമായ എന്ന് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള വീഡിയോ ആയിരുന്നു ഇത്. എനിക്ക് ഷിജു ചേരുന്നു വിവരങ്ങൾ. ഷിജു, എന്തൊക്കെയായിരുന്നു ഈ അതിജീവിതയുടെ പരാതിയുടെ ഉള്ളടക്കം? കേസ് ഉടൻ ഉണ്ടാകുമോ? അബ്ജോദ്, എന്തായാലും അതിജീവിതം നേരിട്ടാണ് ഇക്കാര്യത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. തനിക്കെതിരായി ഈ വിധിയുടെ ചുവട് പിടിച്ച് തനിക്കെതിരെ വലിയ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് അതിജീവിത ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതി. അതിജീവിതയുടെ സഹോദരനാണ് അതിജീവിതയ്ക്കായി പരാതിയുമായി എത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുന്നത്, ഇതിൽ കേസിൽ കോടതി ശിക്ഷിച്ച രണ്ടാം പ്രതി മാർട്ടിൻ, അദ്ദേഹം തന്റെ പേരടക്കം വെച്ചുകൊണ്ട് ദിലീപിനെ ഈ കേസിൽ കുടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ മറ്റ് നടിമാരുടെയും സിനിമാ സംവിധായകന്റെയും അടക്കം പേരുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നത് തന്നെ KP ആക്ടിലെ 228 പ്രകാരം തന്നെ കുറ്റകൃത്യമാണ്. അതുപോലെ IT ആക്ടിലെ വിവിധ